എല്ലാണ്ടോ പട്രോളിംഗ് ഡ്യൂട്ടി ചെയ്തു വരവേ 11:30 മണിക്ക് തളിപ്പറം വംശം മാന്തം കൊണ്ടെന്ന സ്ഥലത്ത് ഒരാൾ സംശയാസ്പദമായ സാഹചര്യം നിൽക്കുന്നതായി കണ്ടതിൽ ഞാനും പാർട്ടിയും ടിയാന്റെ അടുത്തിയൊന്നും വിലാസങ്ങൾ ചോദിച്ചതിൽ മുരളീധരൻ കെ സൺ ഓഫ് നാരായണി 60 വയസ്സ് 25 ലവ് ഷോ കീഴത്തൂർ തളിപ്പറമ്പ നമ്പറുണ്ട് 98 470 20 331 എന്ന് പറഞ്ഞു തരികയും അയാൾ മുഴുവൻ അഡ്രസ് പറഞ്ഞ് ടിയാനോട് സ്ഥലത്ത് നിൽക്കുന്നതിന് കാരണം ചോദിച്ചു. ഏതാ സ്ഥലം? അയാളെ നാട്. എന്താണ് പരിപാടി? അദ്ദേഹം 2-3 ദിവസമായി പോലീസ് സ്റ്റേഷൻ നടക്കുക. അയാളുടെ നാട്ടിലെ പരിപാടിക്ക് ഒരു പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായിപ്പെട്ട ബൈക്ക് പെർമിഷൻ കൊടുക്കുക. അതിൽ അയാൾ അറിയില്ല. അതുകൊണ്ട് അത് അന്വേഷിക്കണം. ചോദിച്ചതിൽ കൃത്യമായ സമാധാനം പറയാതെ പരസ്പര വിരുദ്ധമായി പറയുകയും പരിഹരിക്കുന്നതായി കണ്ടതിൽ പിയാന്മാർ എന്തോ കുറ്റകൃത്യം ചെയ്യുന്നതിന് വേണ്ടി സ്ഥലത്ത് നിൽക്കുന്നതാണ് ഉത്തമ വിശ്വാസത്തിൽ പിയാന്മാർ അതിന് പിന്തിരിപ്പിക്കാൻ വെച്ച് മാർഗങ്ങളൊന്നുമില്ലാത്തതിന് 11:30 മണിക്ക് സ്ഥലത്ത് വെച്ച് സാക്ഷിയുടെ സാന്നിധ്യത്തിൽ നിയമാനുസരണം അറസ്റ്റ് ചെയ്തു. നിങ്ങൾ ഏത് നൂറ്റാണ്ടിലാണ് മനുഷ്യൻ ജീവിക്കുന്നു? ഇവിടെ 3 ദിവസമായി ഇവിടെ നിരക്കുക. പോലീസ് സ്റ്റേഷനിൽ പെർമിഷൻ തളിപ്പറ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ 10:44 പൊതുപ്രവർത്തനം നടത്തുക. നിങ്ങളെ മൂക്കിന് താഴെ ആളാണ് എടുത്തെടുത്തത്. സംശയാസ്പദമായി നിൽക്കുക. നിങ്ങൾ ആർക്ക് വിടുപണി ചെയ്യാ? നിങ്ങൾ ആർക്ക് വിടുപണി ചെയ്യാ? എത്ര ആൾ ഈ പോലീസ് നടത്താൻ പറ്റും? നിന്നെ നാൾ ബഹുമാനിക്കണോ? ഇതുപോലത്തെ പണിയെടുത്താൽ പോലീസിന് കിട്ടാൻ പോകുന്ന പണി എന്താണെന്നറിയോ? അത് നിങ്ങൾ മനസ്സിലാക്കോ? പല സ്ഥലത്തും ഉണ്ടായില്ലോ. നിങ്ങളെ പുല്ല് വിലയുണ്ടാവുക. ആ സാഹചര്യത്തിലേക്ക് എത്തിക്കരുത്. ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ പറയൂ. പരസ്യമായ സംവാദം ചെയ്യാറുണ്ടോ? പരസ്യമായ ഒരു സത്യസന്ധമായ ഒരു മീഡിയേറ്റർ വെക്കുക. ഈ തളിപ്പറമ്പിലെ മാന്തൻകുണ്ട് റെസിഡൻസ് അസോസിയേഷൻ ഈ പുതുവത്സരത്തിനുമായി ബന്ധപ്പെട്ട് കൊടുത്ത അപേക്ഷകൾ, അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്ത പ്രോസസിംഗ്, നിങ്ങൾ യുവതാര എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വേണ്ടി വിടുപണി ചെയ്ത കാര്യങ്ങൾ, അതിന്റെ ഓരോ നാൾവഴിയെടുത്ത് പരിശോധിച്ചോ? നിങ്ങൾ പക്ഷപാതപരമായി പെരുമാറുന്നു. നിങ്ങൾ പക്ഷപാതപരമായി പെരുമാറുന്നത് എന്തിനു വേണ്ടി? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പോലീസ് തളിപ്പറമ്പിലെ മാത്രം പോലീസല്ല, ഇത് കേരളത്തിന്റെ പോലീസാ. ഈ പോലീസിന്റെ നായി തല്ലണോ? ഇതാണോ ആയോ? 3000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടി ഒരു കാരണവുമില്ലാതെ അലമ്പലപ്പെടുത്തുക. ആ 3000 ആളുകളെ നിങ്ങൾ വെറുപ്പിച്ചില്ലേ? ഈ 3000 ഓരോ സ്ഥലത്ത് വെറുപ്പിച്ചാല് ഈ മുന്നണി തോറ്റുപോകും. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ശത്രുവല്ല ഈ ബാബുവല്ലേ? നിങ്ങളെപ്പോലത്തെ ആളുകൾ ഇതുപോലെ പെരുമാറിയാൽ ഗവൺമെന്റിന്റെ ബാധ്യത. ഇത് ഞങ്ങൾ വളരെ സീരിയസ് ആയി ടേക്കപ്പ് ചെയ്യാൻ പോവാ. ഇത് അങ്ങനെ വെച്ചുപൊറപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾ ഇത് നടത്താൻ തീരുമാനിച്ചാൽ ഇതുകൊണ്ട് ഈ മാർച്ച് കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല. കാരണം ഇതിനെ അനുകൂലിക്കുന്ന ഇതിനകത്ത് ഇവിടെ ഒരു സത്യം പുലർത്തും. സാമൂഹ്യ നീതി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ രാജ്യത്തിനകത്ത് മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കാൻ, സമാധാനപരമായി മനുഷ്യന് ജീവിക്കാനുള്ള സാമൂഹ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കണമെന്ന് ബാധ്യതപ്പെട്ട ഒരു മുന്നണിയാണ്. ആ മുന്നണിയുടെ പോലീസ് നയം ഇതല്ല. കോമത്ത് മുരളീധരൻ എന്നൊരാള്, അദ്ദേഹത്തിന്റെ റെസിഡൻസ് അസോസിയേഷൻ, അദ്ദേഹത്തോട് രാഷ്ട്രീയമായ വിരോധമുണ്ട് എന്നുള്ള ഒരു കാരണം കൊണ്ട് ഈ പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുമ്പോ അതിന് കൂട്ടുനിൽക്കാൻ കഴിയും. അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കലാണോ പോലീസ് നയം? അപ്പൊ ഈ രൂപത്തിൽ ഇത് മാത്രമല്ല, ഇപ്പൊ വേറൊരു FIR. എന്താണ് FIR? നേരത്തെ സൂചിപ്പിച്ചത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതല്ല. ഈ റിക്രിയേഷൻ സെന്ററിൽ എത്ര മണി വരെയാണ് നടന്നത്? ഈ പോലീസ് സ്റ്റേഷന് തൊട്ടു മുമ്പിലല്ലേ റിക്രിയേഷൻ സെന്റർ? എത്ര മണിക്കാ മൈപ്പാഹൊക്കെ വാങ്ങാൻ അറിയോ? 1 മണി വരെ ഉണ്ടായിരുന്നില്ലേ? ഏടിയല്ലായിരുന്നത്? പിന്നെന്താ മാന്തൻകുണ്ടിലെ പ്രത്യേകത? ആടത്തേക്ക് മാത്രം പോയതെന്താ? എന്താണ് നിങ്ങൾക്ക് അതിന്റെ ചേർവികാരം? ആരുടെ വിടുപണിയാണ് കൊടുക്കുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ചെയ്യുന്നത്? ഈ ചെയ്യുന്ന തോന്നിയാൽ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ഇതല്ല ഈ സാഹചര്യത്തിലേക്ക് എത്തുക. അതാദ്യം മനസ്സിലായിക്കോ. പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകൂടത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇതെല്ലാ കാലവും ചെയ്യാം. അല്ലെങ്കിൽ വകുപ്പ് ഭരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെയുണ്ടല്ലോ, ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ ഇങ്ങനെ ചെയ്ത് മുന്നോട്ട് പോയാൽ അതിന്റെ ഏറ്റവും വലിയ ഭവിഷ്യത്ത് 3000 ആളെ വർദ്ധിച്ചല്ലോ. ഈ മാന്തൻകുണ്ട് റെസിഡൻസ് അസോസിയേഷന്റെ ഈ ന്യൂ ഇയർ ആഘോഷവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത ആർക്കാണ് ഈ ഗവൺമെന്റിനെ പോലീസിനെ കുറിച്ച് അഭിപ്രായേണ്ടത്? അല്ല, ഇങ്ങനെ FIR തീരുമാനിച്ച് എന്താ ചെയ്യാൻ കഴിയുക? ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഈ മുഴുവൻ ആളുകളെയും വെറുപ്പിക്കാനാണോ ഈ കേരളത്തിലെ പോലീസ്? ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യം എന്ന് പറയുന്നത് അപലപനീയമാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഇതല്ല ഈ നാട് പോകണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യർ ആസ്വദിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തല്ല